ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റുമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരാളെ എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്, ഡീകോഡ് ചെയ്യുന്നത്, എങ്ങനെ ആളുടെ ഓരോരോ കാര്യങ്ങൾ, അതായത് ഒരാളുടെ നാള് മാത്രമാണ് നമ്മൾ ഇതിനകത്ത്. എനിക്കവിടെ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അപ്പം ആ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കി വന്നപ്പം ഈയിടെ ഫാമിലിയിൽ ക്യാൻസർ, 2 പേര് ക്യാൻസർ വന്ന് മരിച്ചേക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ പറഞ്ഞു കറക്റ്റാണ്. അപ്പോൾ അതും കഴിഞ്ഞപ്പോൾ ഈയുടെ വൈഫിന്റെ എൻ്റെ കയ്യിലുള്ള ഒറ്റ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാക്കി. ഈയുടെ പിള്ളേരെ പറ്റിയും ഓരോ കാര്യങ്ങളും, ഈയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങള്, ഇന്ന് പ്രസന്റ് സിറ്റുവേഷന്, അങ്ങനെ എല്ലാം പറയുന്നുണ്ട്. അത് തന്നെയല്ല, ഇതിനകത്ത് നമ്മുടെ പുനർജന്മം, ഇതിന്റെ സെക്കൻഡ് പോർഷൻ, നമ്മൾ പുനർജന്മമല്ല മുൻജന്മം, ഇയാൾ കഴിഞ്ഞ ജന്മത്തെ എങ്ങനെയാ മരിച്ചതെന്ന് അത് അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കാരണം ഇതെല്ലാം കൊണ്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ലോങ് ആയിപ്പോകും. കാരണം അത് ചെയ്യുന്നേ ഉള്ളൂ. അതിപ്പം വിത്തിൻ 1 വീക്ക് ആ വീഡിയോയിൽ ഇടുന്ന ഫ്യൂച്ചർ എന്താണ്. കാരണം ഇവിടെ ഒരുപാട് ജ്യോതിഷന്മാരുണ്ട്. അവർ പറഞ്ഞ ആൾക്കാരോട് അത് ഇതും പറഞ്ഞ് ചെറുതെ കള്ളത്തരം പറയും. കാരണം ഞാൻ ഇന്നും പറയാം, ഇന്നും ഈ അഷ്ടകങ്ങൾ പൂർത്തിയാകുന്നതെന്ന് പറഞ്ഞാൽ, കെമിസ്ട്രിക്കകത്ത് അഷ്ടകങ്ങൾ പൂർത്തിയാകുന്നത് മാതിരി ഈ എക്കോ സിസ്റ്റം അല്ലെങ്കിൽ ഇവിടെ ഓരോ സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇതിനെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഒരു നിയമമുണ്ട്. ഇപ്പം ഈ കർത്താവ് യേശുക്രിസ്തുവായാലും, ശ്രീകൃഷ്ണനായാലും, ശിവനായാലും, അല്ലെങ്കിൽ മുഹമ്മദ് നബി ആയാലും, ഇവരുടെ എല്ലാം മേടി ഇവരെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന വേറൊരു സൂപ്പർ നാച്ചുറൽ പവറുണ്ട്. അതാണ് ദൈവം, ഒരു സൃഷ്ടാവ്. അത് ഒരുപാട് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ്. ഇവൻ എന്തിനാ നോക്കുന്നത്? ഇപ്പം ചില ആൾക്കാർ പറയും ദൈവം ഇല്ല, പാട്ട് പറയും. പലരും ഇപ്പം ഈ ദൈവത്തെ വിശ്വസിക്കാത്ത ആൾക്കാരും ഉണ്ട്. അപ്പം അവർക്കുള്ള ഒരു തെളിവായിട്ട് ഞാൻ പറയുന്നത് ഫെബിനാച്ചി എന്ന് പറയുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫെബിനാച്ചി, കാരണം ഫെബിനാച്ചി ഒരു എക്സാമ്പിൾ മാത്രമാണ്. അല്ലെന്നൊരു നിങ്ങൾ 6666 ജസ്റ്റ് ഇതിനകത്ത് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ നോർത്ത് പോൾ പോലെ സൗത്ത് പോൾ, കൈലാസം, അങ്ങനെ ബെർമുഡ ട്രയാങ്കിൾ, ഇവിടെ വരെയുള്ള ലെങ്ത്, ഇതെല്ലാം, പിന്നെ ഇവിടെ മുതൽ നമ്മുടെ പിരമിഡ്, ഈജിപ്തിലെ പിരമിഡ്, അങ്ങനെ ഇരിക്കുന്ന എല്ലായിടത്തേമുള്ള 6666 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അപ്പം അങ്ങനെ തെളിവായിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 100 കാര്യങ്ങൾ നമുക്ക് തരത്താനുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഫെബിനാച്ചി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് പ്ലാന്റിനെ പറ്റിയുള്ളതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിസാരം ഇത്ര നോക്കിയത് മനുഷ്യന്റെ ഹ്യൂമൻ ബോഡി എങ്ങനെ മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നു, അവരെങ്ങനെ ഡൈജഷൻ നടക്കുന്നു, അല്ലെന്നേരി ഓരോരോ പ്രോസസ്സ് നമ്മൾ കഴിക്കുമ്പോഴും അതിന്റെ പ്രോസസ്സ് എങ്ങനെ, ഓരോ ജീവജാലങ്ങളെയും നോക്കിയാൽ മതി എങ്ങനെയാണ് ഇത്. കാരണം അത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിസ്റ്റമുണ്ട്. കാരണം ഇത് പ്രകൃതിയാണ്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കേട്ട് കഴിയുമ്പോൾ മനസ്സിലായും, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഒരുപാട് ആൾക്കാർ ബ്ലേഡ് കമ്പനി ചെയ്തിട്ട്, കാരണം ആൾക്കാരുടെ ശാപം വാങ്ങിച്ച് ഇപ്പം മുത്തൂറ്റ് ഫാമിലിയൊക്കെ ഉണ്ട്. ഞാനത് വ്യക്തിപരം അങ്ങനെ പറയുന്നത് ശരിയല്ല, എന്നാലും ഞാൻ ഗതികേടുമുണ്ട്. കാരണം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് പ്രത്യേകം എല്ലാവരും പറയാം, ഒരാളെ ദ്രോഹിക്കാൻ പാടില്ല. ഈ കൊടുക്കുന്നതിൻ്റെ കർമ്മഫലം ഇവിടെ തന്നെ 100% കിട്ടും. അതുകൊണ്ട് പറ്റുവാണെങ്കിൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ബുധന് പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ഇപ്പം ഈ പുള്ളിയുടെ ബുധന് പ്രശ്നമുണ്ട്, ബുധൻ നെഗറ്റീവാണ്. പിന്നെ ചൊവ്വായുമായിട്ടുള്ള പ്രശ്നം, മാന്തിയുടെ പ്രശ്നം 2 ഫാമിലും ഉണ്ട്. ക്യാൻസർ പേഷ്യൻ്റ് 2 ഫാമിലിയിലും. അപ്പോൾ ഇതെല്ലാം ഓരോ കാര്യങ്ങൾ ഞാൻ ചോദിച്ച് കണ്ടുപിടിച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവരുടെ കുലദൈവ പ്രശ്നം, പിന്നെ ഈ പറഞ്ഞ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ രാഹുമായിട്ട് പ്രശ്നങ്ങൾ, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം രാഹുമായിട്ടും കേതുമായിട്ടും ഇവരുടെ അച്ഛൻ്റെ ഒക്കെ പിന്നെ കേസ്, വഴക്ക്. ഇപ്പം ബുധനെന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റിൻ്റെതും, അങ്ങനെ സ്കിന്നിന്റെ പ്രശ്നം, അതൊക്കെ നമ്മൾ ആ ലക്ഷണം നോക്കി നമുക്ക് മനസ്സിലാവും. കാരണം അത് നെഗറ്റീവ് ആണെന്ന് വരി. ഇപ്പൊ സ്കിന്നിന്റെ പ്രശ്നമുണ്ട്, അല്ലെന്നൊരു ഇവർക്ക് ഓരോ പുള്ളിക്ക് തണ്ടലിന്റെ വേദനയുണ്ട് ഇതിനകത്ത്. അപ്പൊ അത് ഞാൻ കറക്റ്റ് ഇതിനകത്ത് പറയുന്നുണ്ട്, ഇതിന്റെ കാരണം കൊണ്ട് തണ്ടൽ വേദന വന്ന് ഇവിടെ മാറുകൊണ്ട്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പൊ ഓരോ അടയാളങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, ഓരോ ശരീരത്തെ അടയാളം ഉൾപ്പെടെ ഓരോ കാര്യങ്ങൾ. അപ്പൊ അയാളുടെ വൈഫിനെ പറ്റി, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ആ കുട്ടികളുടെ സ്വഭാവം, ഇത് ഒറ്റ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ ഏറ്റവും കാര്യങ്ങളെ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റുമെന്നുള്ള പ്രൂവ് ചെയ്യാനാണ് ഈ ഒരു സംഭവം. കാരണം ഈ ഒരുപാട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ പല ആൾക്കാർ ഒത്തിരി അനാവശ്യമായിട്ട് ഒരുപാട് ആൾക്കാരോട് പൈസ വാങ്ങിക്കുന്നുണ്ട്.
ഞാൻ കർമ്മം ചെയ്ത് മാറ്റാം. പക്ഷെ ഒരിക്കലും ഒരാൾക്ക് 5 പൈസ കൊടുക്കും. അതായത് നിങ്ങൾക്ക് എന്ത് പ്രശ്നം പറ്റി കഴിഞ്ഞാൽ അതിനകത്ത് കർമ്മമുണ്ട്, എല്ലാത്തിനും കർമ്മമുണ്ട്. അത് ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾ ഇപ്പോൾ വ്യാഴമായിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സൈറ്റ് പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇതേമാതിരി ബുധൻ വന്നു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇതാക്കുക, കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്, അറിവിൻ്റെ ഗ്രഹമാണ് ബുധനം. അങ്ങനെ എല്ലാത്തിനും പരിഹാരങ്ങളുണ്ട്. അല്ല ശുക്രന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ശുക്രൻ ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി അങ്ങനെയുള്ള ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അങ്ങനെയുള്ള ഇതിൽ സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൊച്ചു പെൺകുട്ടികളെ സഹായിക്കുക. അങ്ങനെ ഓരോന്നിനും കർമ്മം. അങ്ങനെയാണ് നമ്മളൊരു 3 വർഷം ഏകദേശം കൊണ്ട് നമുക്ക് ഇത് കർമ്മങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ എല്ലാത്തിനും പരിഹാരം ഈ ഭൂമി ഇവിടെ തന്നെ ഉണ്ട്. അല്ലാതെ ഒരു കൊണ്ട് ജ്യോതിഷം കൊണ്ടോ ഇത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും പറയണം, പ്ലീസ് ഒരാൾ ഒരു കാരണവശാലും പൈസ കൊടുക്കുന്നതാണ്. ഈ ജ്യോതിഷം എനിക്കിത് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ശിവനാളി ജ്യോതിഷമൊക്കെ പോയിട്ട് ഞാൻ 2 പ്രാവശ്യം എൻ്റെ 28ാമത്തെ വയസ്സിൽ പോയിട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ 10,000 15,000 രൂപ അവർ കളിപ്പിക്കും. തമിഴ്നാട്ടിലാണ് ഇത്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ശിവനാളി ജ്യോതിഷം എന്ന PC അലക്സാണ്ടർ ശിവനാളി ജ്യോതിഷം പുള്ളിക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനെക്കാട്ടിലും ഒരു എത്രയോ ടൈംസ് ബെറ്ററും പൊട്ടൻഷ്യലും ഉള്ള ഒരു സംഭവമാണ് ഇത്. ഞാൻ അടുത്ത ഒരു വീഡിയോ കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കാണാൻ വേണ്ടി അത് ഈ ശിവനാളി ജ്യോതിഷം വന്നിട്ട് എന്താണ്, അതെങ്ങനെയാണ് തമിഴ്നാട്ടിൽ അവിടെ പോകേണ്ട രീതികളെ കാര്യങ്ങളെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം പറയുന്നൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് അപ്പം നിങ്ങൾ ഉറ്റ് കാരണവശാലും ഒരാൾക്ക് പൈസ കൊടുക്കല്. ഈ വീഡിയോ 1 മണിക്കൂർ വോയിസ് ഉണ്ട്. ഈ 1 മണിക്കൂറിൽ കൂടുതലുണ്ടല്ല കാര്യമുള്ളൂ. പിന്നെ ഇതിന്റെ മുൻജന്മം എങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ മരിച്ചു, അത് അടുത്ത വീഡിയോയ്ക്കകത്ത് വരുന്നത്. ഇത് അറിയണമല്ലോ, നമ്മൾ വെറും എന്താ നമ്മളും ഈ പണി അറിയാമെന്നുള്ളത് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത് തുടർന്ന് കാണുക. എന്നിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. അതേമാതിരി ആർക്കെങ്കിലും ഇത് പഠിക്കാനോ താല്പര്യം ഉണ്ടെന്നൊരു ലിങ്ക് ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആർക്കെങ്കിലും 2 മാസം കഴിഞ്ഞാൽ തുടങ്ങുള്ളൂ. അതേമാതിരി വേറൊരു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും നോക്കുകയോ എടുക്കുകയോ വേണമെന്ന് രീതിയിൽ വാട്സപ്പ് ഒരു നമ്പറുണ്ട്. ആ നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. കാരണം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വിളിച്ചാൽ കിട്ടുകയില്ല. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് 100% ഇത് കേട്ടിരിക്കണം. റിവൈൻ അടിച്ചു വിട്ട് ഒരു കാരണവശാലും കേൾക്കല്ല, പ്ലീസ്. അതേ പറയാനുള്ളൂ. അപ്പം അടിച്ചു വിടാതെ കേൾക്കുക. കാരണം അത് വോയിസ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതാകാതിരിക്കുക. പിന്നെ വല്ലെന്തെങ്കിലും നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് 2 പിക്ചറോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനും കൊടുക്കുക. അത് കേട്ടിരിക്കണം. കേട്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അത് രാശിചക്രത്തിലെ ഒരു വെറും 12 കോളങ്ങൾ മാത്രം നോക്കിയാൽ നമ്മൾ ഈ സംസാരിക്കുന്നതെന്ന് വെച്ചാണ്. അപ്പോൾ 12 കോളങ്ങൾ നോക്കിയിട്ട് അതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഓരോ വ്യക്തിയെ പറ്റിയും അവരുടെ കുട്ടികളെ പറ്റി, അല്ലെന്നൊരു ഇപ്പോൾ അബോർഷൻ നടന്നോ, അല്ല അബോർഷൻ നടക്കുമോ, ഭാര്യയ്ക്ക് അബോർഷൻ നടക്കുമോ, അല്ല ആ വീട് അവർക്ക് ചേർന്നാണ്, അല്ല വീട്ടിൽ താമസിക്കാൻ പറ്റുമോ, അല്ലെന്ന് വലിയ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. അല്ലെന്നൊരു ഇന്ന നിങ്ങൾക്ക് എന്തെങ്കിലും അവിടുത്തെ വലിയ ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അല്ലെന്നൊരു ഇന്ന പ്രശ്നങ്ങളെ, അല്ലെ അടുത്തുള്ള ഇന്നലെ ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുട്ടികൾ ആരെങ്കിലും മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഉടനെ പറഞ്ഞു ഉണ്ട്, കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കഴിഞ്ഞിടയ്ക്ക് വണ്ടി ഇടിച്ച് മരിച്ചത്. ഞാൻ ഇനിയും സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ ഓരോരോരോ സംഭവങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഇത് എൻ്റെ വരെ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണ്. അതിപ്പം കേരളത്തിന്റെ തന്നെ ഒരു എന്താ പറയുന്ന അസ്ട്രോളജി എന്ന് പറഞ്ഞുള്ളതിന്റെ ആ ഒരു തലക്കെട്ട് തന്നെ മാറ്റി എഴുതുന്ന ടൈപ്പിൽ. ഈ വ്യക്തിയുടെ പേര് രാജേന്ദ്രൻ എന്നാണ്, ബഹ്റൈനിൽ നിന്നാണ്. അപ്പം ഈ ആളിന്റെ ഗ്രഹനില കാര്യങ്ങൾ എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഗ്രഹനിലയും ബാക്കി കാര്യങ്ങളും 2-3 ചാർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ നോക്കി, കാരണം തെളിവായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഇതെന്തെങ്കിലും, കാരണം ഇതേപ്പറ്റി ഒരു നെഗറ്റീവ് കമന്റ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടെ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ വിലയിരുത്തുക, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കമന്റ് ചെയ്യുക. കാരണം ഇത് ഒടുവ് വരെ കേൾക്കുക, എല്ലാം ഓടിച്ചു വിട്ട് കേട്ടിട്ട് കാര്യമില്ല. കേട്ടിട്ട് റെസ്പോണ്ട് ചെയ്യുക. കാരണം പിന്നെ ആർക്കെങ്കിലും നിങ്ങൾക്ക് നോക്കാനോ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ വാട്സപ്പ് നമ്പറുണ്ട്, വാട്സപ്പ് അയച്ച് കൊണ്ട് അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുക, അവസാനം വരെ കേൾക്കുക, കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ നോക്കി വരാനും തേടി വരാനും എടുക്കാനും എല്ലാം ഒരു നിമിത്തം മാതിരിയാണ് ഇതിന്റെ പ്രപഞ്ചികമായിട്ടുള്ള ബന്ധപ്പെട്ടായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ഞാനിപ്പോ പറയാം. അപ്പം 57 വയസ്സ് 4 മാസം 12 ദിവസി. ശരി. അപ്പം രാഹുദശയിലാണ് ജനനം.
ആ പിന്നെ ഇതിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് വരി നിങ്ങൾക്ക് പൈസ ഒന്നും തരണ്ട. ഞാൻ ഫ്രീ സിറ്റിംഗ് ഞാൻ നിങ്ങൾക്ക് ഇത് കൺസൾട്ട് ചെയ്യാനുള്ള ഫുൾ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇതിനകത്ത് കുറച്ച് ചോദ്യം ചോദിക്കും. കറക്റ്റ് ചോദ്യത്തിന് ഉത്തരം പറയുക. ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഓരോരോ കാര്യം നമ്മൾ കണ്ടുപിടിച്ച് തരും നിങ്ങൾക്ക്. പറഞ്ഞു മനസ്സിലായോ? ആ ആ ആ അപ്പൊ മനസ്സിലായി. ശ്രദ്ധിച്ച് കേട്ടോണം. രാഹുർദശ കഴിഞ്ഞ് ആ കഴിഞ്ഞാൽ അപ്പം കൊച്ചിലെ ചിലപ്പോ കുറച്ച് കഷ്ടപ്പാടോ അങ്ങനൊക്കെ പ്രശ്നം അനുഭവിച്ച് കാണും. പിന്നെ വ്യാഴദശ, അതായത് ആ 16 വയസ്സ് മുതൽ 32 വയസ്സ് വരെ അത്യാവശ്യം നല്ല സമയമായിരുന്നിരിക്കാമായിരിക്കണം. ആ ആ അത് വെച്ച് നോക്കിയാല്. പിന്നെ ശനിയാണ് 51 വയസ്സ് വരെ. അത് 32 മുതൽ 51 വയസ്സ് വരെ ശനിയായിരുന്നു. 51 വയസ്സ് 8 മാസം 6 ദിവസം. പിന്നെ ബുധദശയാ. ആ 68 വയസ്സ് കഴിയുമ്പം ബുധദശയാ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ആ ശനിയിലാണ് കുറച്ച് പ്രശ്നങ്ങൾ പറ്റിയേക്കുന്നത്. ശനി വ്യാഴദശ അത് എന്ന് ശരിയാ. പറഞ്ഞാൽ നല്ലതായിരുന്നു. 32 വയസ്സ് മുതൽ 51 വയസ്സ് വരെ നല്ലതായിരുന്നു. പ്രൊഫൈല് പറഞ്ഞ അത് കഴിഞ്ഞിട്ട് ബാക്കി ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് അക്യുറേറ്റ് ആയിരിക്കും. ഞാൻ ദശ വെച്ചിട്ട് ഏകദേശം പറയുന്നതെന്നാണ് അത് യോഗം 100% പോകാനുള്ള സാധ്യതയുണ്ട്. വിദേശ ആ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് 68 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബുധനാണ്. പിന്നെ കേതു, ശുക്രൻ, അത് പിന്നെ വയസ്സ് കൂടി കൂടി പോകും. അതൊക്കെ പോട്ടെ. നമുക്ക് ഒത്തിരി ഇത് കാര്യം ആ പറയാൻ പറ്റില്ല. നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. നിങ്ങൾക്ക് ആ നിൽക്കുന്ന ആ ആ ലഗ്നത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട് കുറച്ച്. അത് ലഗ് ശരി. ആ ലഗ്നം എന്ന് പറയുമ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാല് രവിയുണ്ട്. അതായത് സൂര്യന്, ബുധന്, ശിഖി, ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. കണ്ണിന് കാഴ്ചയുടെ പ്രശ്നമുണ്ട്, ലെഫ്റ്റ് കണ്ണിന്. ആ പിന്നെ ഉണ്ട്. അത് ഉണ്ടല്ലോ. പിന്നെ ഡോപ്പോന്റെ ഞരമ്പോ അല്ലെന്നൊരു സ്കിന്നിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കണം, ഇല്ലേ? ആ ഉണ്ട്. ഉണ്ട്. പിന്നെ ഞരമ്പിന്റെ ഉണ്ട്, കണ്ണിന്റെ പ്രോപ്പർട്ടി, ഉണ്ട്. അത് തന്നെ. അപ്പൊ പിന്നെ ഈ പ്രോപ്പർട്ടിയുമായിട്ട് എന്തോ പ്രോപ്പർട്ടി ഡോക്യുമെന്റ് അങ്ങനെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം അത് അങ്ങനെയാണ്. അത് ബുധൻ അവിടെ ഉള്ളതുകൊണ്ട് പ്രോപ്പർട്ടിയുടെ എന്തോ കേസോ വഴക്കോ അത് അത് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഓരോന്നോരോന്നേരം. അപ്പൊ അങ്ങനെ ആ ഉണ്ടോ? ആ ഉണ്ടായിരിക്കും. അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് വയറ്റിൽ അങ്ങനെയുണ്ട്. വയറ്റിൽ അസുഖമുണ്ട്. വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖമുണ്ട്. അത് ശുക്രനകത്ത് വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖം വരുന്നുണ്ട്. ഉണ്ടോ? ആ ആ ഉണ്ടോ? ആ ഉണ്ട് ഉണ്ട്. ഉണ്ട്. ആ ഓക്കെ. ഉണ്ട് വയറിന്. ആ ആ ഓക്കെ. പിന്നെ നിങ്ങൾ ഈ ഉണ്ടല്ലോ, നിങ്ങൾ ഈ ഒരു ദേഷ്യം പിടിക്കുന്ന ഇപ്പൊ അയൽവക്കക്കാരെ അല്ലെന്നൊരു അങ്ങനെയൊക്കെ ഉള്ള വാക്കുകളൊക്കെ ഇച്ചിരി ഇതായിട്ട് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവമായിരിക്കും. അതുകൊണ്ട് ആൾക്കാർക്ക് നിങ്ങളുടെ ഒരു ഈർച്ച, ദേഷ്യമൊക്കെ കാണുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളെ. ആന്നോ? അതെ അതെ അതെ. ആന്നോ? അതെ. ആന്നോ? ആ അതെ. ആരോടും ഉള്ള കാര്യം ഞാൻ തുറന്നു പറയും. വെട്ടിത്തുറന്ന് അത് ഇനി തുറന്നു എത്ര പറയല്ല, വെട്ടിത്തുറന്ന് പറയും. മറവില്ലാതെ ഒളിവില്ലാതെ വെട്ടിത്തുറന്ന് പറയും. വെട്ടി തുറന്നു പറയും, എത്ര വലിയ ആളായാലും ശരി. അത് തന്നെ. അത് ഉം. നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ആ ആ അതുകൊണ്ടാ ചോദിച്ചത്. പിന്നെ അടുത്തത്, നിങ്ങൾക്ക് ഓരോരോ ആൾക്കാരെ പറ്റി പറയാം. ആദ്യം നിങ്ങളുടെ ഭാര്യയെ പറ്റി ആ പറയാം. ഏഹ് ആ ആ ആ കാരണം നമ്മുടെ ഇമ്പോർട്ടന്റാ. നിങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് വല്ലതും ആ ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിരുന്നോ? പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അല്ല, അറിയാൻ ചോദിച്ചാ. കാരണം ഈ വൈഫിന്റെ കള്ളി പറയുമ്പോൾ വൈഫും പാർട്ണർഷിപ്പ് ബിസിനസ്സും എല്ലാം റിലേറ്റഡ് ആണ്. പക്ഷേ നിങ്ങളുടെ വൈഫിന്റെ അവിടെ സർപ്പം എന്ന് പറഞ്ഞ രാഹു നിൽക്കുന്നുണ്ട്. രാഹു നിൽക്കുന്നത് അത് ശരി. ആ മാത്രമല്ല, അപ്പൊ അതെന്ന് പറഞ്ഞാല് രാഹുവും ചൊവ്വായും കൂടെ. അപ്പം വലിയ പിടിവാശി, ദേഷ്യം, ഏഹ് ആ അങ്ങനെയുള്ള ആ വൈഫിന് വലിയ പിടിവാശിയും ദേഷ്യവും ഒക്കെ ഉള്ള ആളാണോ? ആണാണ്. ആന്ന്. പിന്നെ ബ്ലഡ് വൈഫിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കാണുമല്ലോ. ഈ വൈഫിനും യൂട്രസോ അല്ലെങ്കിൽ അതേമാതിരി ക്യാൻസർ വൈഫിന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യത ആരെങ്കിലും ഉണ്ടോ? അറിയാമോ? ഉവ്വ ഉവ്വ ഉണ്ട്. ആർക്കാ? രണ്ടുപേര് മരിച്ചു. രണ്ടാള് മരിച്ചു ക്യാൻസർ വന്നിട്ട്. ആരാ? ജ്യേഷ്ഠ ഒന്ന് അനിയൻ, ഉം. പിന്നൊന്ന് ജ്യേഷ്ഠൻ. അതെ, രണ്ടാളും ക്യാൻസർ വന്നിട്ട് മരിച്ചത്. ഞാൻ ഇത് ആ ചോദിക്കുന്ന മറ്റൊന്നുമല്ല. നിങ്ങൾ റീകൺഫേം ചെയ്യണം. ഞാൻ ഈ പറയുന്ന കറക്റ്റ് ആണോ അല്ലയോ എന്ന്. ഇപ്പോഴേ അടുത്ത കറക്റ്റാണ്. ആ കാര്യങ്ങള് പറ. പറയാൻ പറ്റുള്ളൂ. അത് തന്നെയല്ല,
ആ വൈഫിന്റെ ഫാമിലിയിലും എന്തോ കേസോ പ്രശ്നങ്ങളോ പ്രോപ്പർട്ടി മായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ട് 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 ഉണ്ട്. അവിടെ അതുണ്ട്. സ്കിൻ ആ അലർജി കാര്യങ്ങൾ സ്കിന്നുമായിട്ടും ബന്ധപ്പെട്ട എന്തോ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? ഉണ്ട് ഉണ്ട്. ഉണ്ട്. പിന്നെ അവിടെ ആ പറഞ്ഞു. ഞാൻ തന്നെ ആ പറയാം. വൈഫിന്റെ വൈഫിന്റെ അതായത് ഷെയറൊന്നും അവര് തന്നിട്ടില്ല. ഏ അങ്ങനെ ഒരു പ്രശ്നം. ഷെയറൊന്നും തന്നിട്ടില്ല വൈഫിന്റെ. സ്ഥലം ഉണ്ടല്ലോ, ഉം. അതിൽ നിന്നൊരു ഭാഗമുണ്ട്, ആ ഭാഗമൊന്നും തന്നിട്ടില്ല അവര്. അത് തന്നെ പറഞ്ഞ അവിടെ ഓൾറെഡി കേസ് കാണും. കാരണം അത് അങ്ങനെ ഞാൻ കാണുന്നത്. ആ പിന്നെ ആ ഇതിലെ ആ ക്യാൻസറിന്റെ കാര്യം ഇത് പറഞ്ഞത് അത് കുറച്ച് നമ്മൾ ഓരോ ലക്ഷണങ്ങൾ വെച്ചാ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അവിടെ ബുധൻ ആ നെഗറ്റീവ് ആ ആ അവർക്കും. പിന്നെ ആ ആ ആത്മീയ മേഖലയിൽ ബന്ധപ്പെട്ട വൈഫിന്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടോ? നിങ്ങളുടെ ഫാമിലിയിലും കാണാൻ സാധ്യതയുണ്ട്. ആ ഉവ്വ. ആരാ ആത്മീയ മേഖലയിലുള്ള നിങ്ങളുടെ വീട്ടില്? നിങ്ങളുടെ കാര്യം പറ. നിങ്ങളുടെ വീട്ടിലാരാ ആ, ആ, ആത്മീയമായിട്ടുള്ള ആളുള്ള? എന്റെ വീട്ടില് എന്ന് പറഞ്ഞാല് ഞങ്ങള് 4 ജ്യേഷ്ഠന്മാരാ. ഉം, പിന്നെ 2 സഹോദരിമാരാ. ഉം, അതായത് എന്റെ അച്ഛൻ ആദ്യം കല്യാണം കഴിച്ചാല് 4 ജ്യേഷ്ഠന്മാര്. ഉം, പിന്നെ രണ്ടാമത് കഴിച്ചാല് ഞാനും എന്റെ 2 സഹോദരിമാരും. എന്റെ ഉം. മൂത്തതും എന്റെ താഴെയും സഹോദരിമാരാ. അവസാനം അങ്ങനെയാണ്. പേര് പറഞ്ഞാൽ മതി. ആരാന്ന് പറഞ്ഞാൽ മതി. ആരാ ആ ഈ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട ആരാന്ന് പറഞ്ഞാൽ മതി. ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല എനിക്ക് ശരിക്ക്. ആത്മീയത എന്ന് പറഞ്ഞാൽ അമ്പലോ അല്ലെന്നിൽ ഇത് ചെയ്യുന്നതോ അല്ലെങ്കിൽ കർമ്മങ്ങൾ ബന്ധപ്പെട്ടതോ അല്ലെന്നിൽ അങ്ങനെ എന്തേലും അങ്- അമ്പലം ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ടതോ കണക്ഷനോ അല്ല വലിയ അങ്ങനെ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ നിങ്ങളെ അ- നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ഫാമിലിയിലോ? അതെനിക്ക് അറിഞ്ഞുകൂടാ. ആ ആ അച്ഛന്റെ അനിയൻ ഉണ്ടായിരുന്നു ഒരാള്. ആ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു. ആയിരുന്നോ? ആയിരുന്നു. അയാളിപ്പോ എന്നിട്ട് എന്താ അയാളുടെ കാര്യം എന്താ? എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നു? പുള്ളി പുള്ളി ഇപ്പം മരിച്ചുപോയി. മരണപ്പെട്ടു പോയി കുറെ അതെ, കാലങ്ങളായി. മരിച്ചുപോയി കാണും. അത് തന്നെ ഞാൻ ആ ആ ഒന്ന്. പിന്നെ അതിന്റെ ആയിട്ടുള്ള ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ നിങ്ങളുടെ വൈഫിന്റെ ഫാമിലിയിൽ നിന്നും ഇങ്ങനെ എന്തൊക്കെ ഒരു കണക്ഷൻ കാണാൻ സാധ്യതയുണ്ട്. വൈഫിന് ആ ആത്മീയതയുണ്ടോ? ഏഹ് വൈഫിന് ആത്മീയമായിട്ട് ഈ അതായത് പറഞ്ഞ ഭക്തിയായിട്ടുള്ള കണക്ഷൻ ഉണ്ടോ? ആ വൈഫിന്റെ വീട്ടിൽ അമ്പലമുണ്ട്, ആ അപ്പൊ അത് ഭക്തിയുണ്ട്. അവിടെ വിഷ്ണുമായയുടെ ഒരു അമ്പലമുണ്ട്, ആ വീട്ടിൽ തന്നെയാണ് അമ്പലം. അത് കറക്റ്റായിട്ട് പൂജയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എന്താ ചെറിയ പ്രശ്നം കാണിക്കുന്നുണ്ടല്ലോ? അത് ചെറിയ പ്രശ്ന അത് എന്താ വെച്ചാല് വൈകിട്ട് മാത്രം വിളക്ക് വയ്ക്കുള്ളൂ, പിന്നെ ഒന്നും ചെയ്യില്ല അവര്. ഏത്? വൈകിട്ട് മാത്രം വിളക്ക് വയ്ക്കുള്ളൂ, ആ രാവിലെ വിളക്കൊന്നും വെക്കില്ല. അങ്ങനെ ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അവിടെ ശരിയായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളല്ല നടക്കുന്നത്. അപ്പം നിങ്ങളുടെ വൈഫിന് ഇതെല്ലാം ഈ അസുഖങ്ങളെല്ലാം വരാൻ കാരണം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം അത് മാറ്റണമെന്നില്ല. അവിടെ നിത്യപൂജ ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളെ ആ കുലദൈവവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതിന് പരിഹാരം ചെയ്ത് ആ കഴിഞ്ഞാൽ ഇതെല്ലാം മാറും കേട്ടോ. 3 വർഷത്തിനകത്ത് ആ മാറി ആ കേട്ടോ. ആ ആ ഇതാണ് ആ ഒരു. ആ ആ പിന്നെ നിങ്ങളുടെ വൈഫിന് ഭയങ്കര ആ ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്താ ഇത് സംഭവം? ഞാൻ പറഞ്ഞു വൈഫിനും ചില യൂട്രസുമായിട്ടും മറ്റേ കാര്യങ്ങളും ബ്ലീഡിങ്, PCOD, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ആ വൈഫിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വൈഫിന്റെ സ്വർണം ഞാനെടുത്ത് പറ്റിയിട്ടുണ്ടായിരുന്നു. ഉം, അതായത് എനിക്ക് കൃഷിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, നെൽകൃഷി. ഉം, അതില് കുറെ സ്വർണങ്ങൾ എടുത്ത് പറ്റി, അത് അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. ഉം. അതിനുശേഷമാണ് വൈഫിന് അതിന് മുന്നും വൈഫിന് ഒരു ദേഷ്യമുള്ള ടൈപ്പാണ്. അല്ല അത് വൈഫിന് ഞാൻ അതിലും നേരത്തെ പറഞ്ഞല്ലോ. കാരണം അത് ഈ പാമ്പിന്റെ ആ പാമ്പ് ഒരേ, അതായത് നിങ്ങളുടെ വൈഫിന്റെ കള്ളിയിൽ രാഹുവും ചൊവ്വായും കൂടെ ഒന്നിച്ച് നിൽക്കുന്നത് രണ്ടും. അത് ശരി. അതായത് പക ആ വീട്ടുന്ന ആ ആ സ്വഭാവവും പിന്നെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. ബ്ലഡ് ആ സംഭവമാണ് എന്നോട്. പറഞ്ഞു മനസ്സിലായത്. പിന്നെ ഓക്കെ, നിങ്ങളുടെ വായിൽ നിന്ന് വിടുന്ന പ്രശ്നങ്ങൾ ഇനിയിപ്പം നിങ്ങൾക്ക് അടുത്ത ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ഈ അയൽപക്കമായിട്ടൊക്കെ വരും. ഈ അയൽപക്കം ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്. അടുത്ത ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഈ ഒരു സെയിം സ്വഭാവം ഒരുപാട് വലിയ അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇപ്പം? ഉണ്ടോ?
ഇല്ല 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 ഇല്ല. ഇല്ലല്ലോ. ആര് അത് ആരായിട്ടില്ല. അത് നിങ്ങളുടെ ദേഷ്യം കൊണ്ടാ. നിങ്ങളുടെ 3-ാം ഭാവത്തില് ചൊവ്വ നിൽക്കുന്ന അവിടെ നിങ്ങൾ ദേഷ്യമാണ് ആൾക്കാരോട് ഒന്ന് നമ്മുടെ ഞാൻ ഇത് ആ പറയുന്നത് അഥവാ ഇത് പറയാൻ കാരണം നമ്മുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക. നിങ്ങളത് ആ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു മനസ്സിലായോ? ആ അത് ആ നിങ്ങളുടെ ആ പ്രശ്നം വന്ന ശിഖി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ശിഖി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ലഗ്നത്തിൽ നിൽക്കുന്നു. ലഗ്നത്തിൽ ശിഖിയാണ്. ആ ശിഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ക്യാരക്ടറാ. ഇവരെല്ലാം നമ്മുടെ ബുദ്ധിമാന്ദ്യം വരുത്തുന്ന മാതിരി നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ഇതും ദേഷ്യത്തിന് അതിനെല്ലാം എന്താ പറയുന്നത് നമ്മുടെ നല്ല സ്വഭാവമുള്ളതിനെല്ലാം ഒരു സപ്രസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്വഭാവമാണ്. ചുരുണ്ട മുടിക്ക് ചുരുളിച്ച് അങ്ങനെ മുടി ചുരുണ്ട വല്ലതും ഉണ്ടായിരുന്ന കൊച്ചിലെ ഇല്ല ഇല്ല കൊച്ചിലെ ഇല്ല. കൊച്ചിലെ അറിയാൻ ചോദിച്ചതാ. കൊച്ചിലെ ഇല്ല ഇല്ലായിരുന്നു. ഇല്ല. എന്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല. ആ അല്ല ഞാൻ നീളം കൊച്ചിലെ മുടിയാ. ഓക്കെ ആ നീളം മുടിയാ. ഓക്കെ അല്ല അറിയാൻ ചോദിച്ചതാ. കാരണം ആ ഇതിന് റീകൺഫേം ചെയ്യാന്. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം അമ്മ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു അല്ലേ? ആ ഹാർഡ് വർക്ക് ആയിരുന്നു. ആയിരുന്നല്ലോ. ആ അത് അത് പറയാൻ കാരണം അത് നമുക്ക് ആകെ 12 കോളമേ ഉള്ളൂ. 12 കോളം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അത് അമ്മ ശരി. അവിടെ നിന്ന് നിങ്ങളുടെ ലഗ്നത്തിൽ നിന്ന് 4-ാം കള്ളിയിൽ അല്ലെങ്കിൽ അമ്മയാണ്. പറയാൻ മനസ്സിലായോ? അമ്മ ആ ഹാർഡ് വർക്കിംഗ് ആണ്. ശനിയാണ്. അങ്ങനെ നമ്മൾ ഇതൊക്കെ ആ ഇതാ കാൽക്കുലേഷൻ. ഇതിൽ നിന്ന് പഠിച്ച് ഇത്ര ഈസി അല്ല. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ എന്റെ ബ്ലഡിലുള്ള ഇത് അത് ശരി. പറഞ്ഞു ആ മനസ്സിലായി. ആ ആ ഞാനൊരു ആ പ്രോഗ്രാമർ ഒരു ബിസിനസ്മാനാ. പിന്നെ എനിക്ക് ഇതൊക്കെ ഒരു പാഷനാണ്. കാരണം അറിഞ്ഞൂടാ അത് നോക്കാം. എന്നിട്ട് ഇനിയിപ്പോ നിങ്ങളെ മൂത്ത കുട്ടിയെ പറ്റി പറയാട്ടോ. ആ ആ രാജേന്ദ്ര മൂത്ത കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇച്ചിരി കലാപരമായിട്ടുള്ള താല്പര്യമുള്ള ആളാണോ? അല്ല അല്ല അല്ല. അപ്പം ഈ ആ പുള്ളിയെ പെൺകുട്ടികളുമായിട്ടും ഇച്ചിരി അടുപ്പമോ കാര്യമോ ലവ് അഫെയർ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. ഉണ്ടോന്ന് ആൾക്ക് അറിയാൻ ചോദിച്ചാ. കാരണം ഇത് കൺഫേം ചെയ്യണം. മൂത്ത കുട്ടിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കുമല്ലോ എന്നാല്. ദേഷ്യാണ്. ഭയങ്കര ആണല്ലോ. ദേഷ്യ ഭയങ്കര ദേഷ്യം. ആണ്. അത് സൂര്യകർമ്മയിലാണ് അവൻ ദേഷ്യ. നിൽക്കുന്നത് കേട്ടോ. ആ ആ ഞാൻ ആ ഇത് 2 ചോദ്യം അതിക്ക് ചോദിച്ച് 3-ൽ അത് തീർക്കണം. അതുകൊണ്ടാണ് ഈ സൂര്യകർമ്മയിൽ അവൻ നിൽക്കുന്നത്. അവന് ഭയങ്കര ആ ദേഷ്യവും പിടിവാശിയും. പിന്നെ അവനും ചിലപ്പോ കണ്ണിന് ചിലപ്പോ കണ്ണാടി വെക്കാനുള്ള സാധ്യതയുണ്ട്. കണ്ണാടി വെക്കും. സാധ്യതയല്ല കണ്ണാടി ആ വെക്കും. ആ ആ കാഴ്ചയുടെ പ്രശ്നം വരും. പിന്നെ ആ ആ ആ പിന്നെ ഈ അങ്ങനെ ചെറിയ ഇതൊക്കെ വരും. ചെറിയ പിടിവാശി ദേഷ്യങ്ങള് ആ വരുന്ന ആളാണ് മൂത്ത കുട്ടി. പിന്നെ മൂത്തകുട്ടി. ആ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടി ആയിരിക്കാൻ സാധ്യതയാ. ആന്നോ? പെൺകുട്ടിയാണ്. ആ ആണ്. അപ്പൊ ആ പെൺകുട്ടിക്ക് നിങ്ങളോട് വളരെ സ്നേഹമായിരിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ അടുത്താണ് എന്നോടുള്ള ദേഷ്യം. അപ്പൊ അതായത് അവൾക്കാണ് ഞാൻ ഫോൺ ചെയ്തിരുന്നത്. ആ പെൺകുട്ടിക്കും ചെറിയ ഈ സ്കിൻ അലർജിയോ അല്ലെന്ന് ഇങ്ങനെ ആ ഞരമ്പ് സംബന്ധമോ അല്ലെന്ന് ബ്ലീഡിങ്ങോ PCOD അങ്ങനെ എന്തെങ്കിലും. എത്ര വയസ്സായി പെൺകുട്ടിക്ക്? പെൺകുട്ടിക്ക് 27 വയസ്സ് കഴിഞ്ഞതാണ്. എത്ര വയസ്സ്? 27 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 27 ആ വയസ്സുണ്ട്. മകരുന്ന ആള്. പ്രശ്നമുണ്ടോ? ഞാൻ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. സ്കിന്നിന്റെ പ്രശ്നമുണ്ട്. സ്കിന്നിന്റെ പ്രശ്നം, ചെറിയ ബ്ലഡുമായിട്ട് അലർജി. നിങ്ങളുടെ ശരീരത്തെ ഈ തൊടയുടെ ഈ തൊടയും ഈ ഇച്ചിരി അതിന്റെ നമ്മുടെ മൂത്രാശയമായിട്ട് ബന്ധപ്പെട്ടാൽ പൈൽസിന്റെ എന്തെങ്കിലും വിഷയം ഉണ്ടോ? ഫൈൽസിന്റെ ചെറുതായിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് മരുന്ന് കഴിച്ചിട്ടാണ് മാറിയത്. ആ ഓക്കെ ഓക്കെ. ആ. അവിടെ എന്തെങ്കിലും മാർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? എന്റെ മാർക്ക് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അത് കുറെ കാലമായിട്ട് ഇപ്പൊ അത് കാണുന്നില്ല. എവിടെ? തൊടയമ ചെറിയൊരു അടുത്ത തൊടയമ ഒരു ചെറിയൊരു മറുകുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ. അല്ല നിങ്ങൾ കൺഫേം ചെയ്യാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് ഞാൻ എന്തും ആയിക്കോട്ടെ നോക്കി സെലക്ട് ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? 3 ആളുണ്ട്. 3 ആളുണ്ട്. അപ്പൊ 1 2 3 4
2, 5, 7, 9. അവന് ആണായിരിക്കും, ചന്ദ്രദശയായിരിക്കും. അവൻ അത്യാവശ്യം കണ്ടാൽ നല്ല സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരിക്കുമല്ലോ. ഉരുണ്ട മുഖമാണോ? ആ കണ്ട സൗന്ദര്യമുള്ള ആളാണ്. ഉരുണ്ട മുഖമാണല്ലോ. ഉരുണ്ട മുഖമാണ്. ഫുഡിനോടൊക്കെ അദ്ദേഹത്തെ അഴിച്ച താല്പര്യം, ചില ചെടിയൊക്കെ വെച്ച് വളർത്താൻ അങ്ങനെ വല്ല താല്പര്യം ഉണ്ടോ അവന്? അങ്ങനെയുള്ള താല്പര്യമൊന്നുമില്ല ആൾക്ക്. അതിപ്പോഴത്തെ ജനറേഷൻ അല്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ആ ആ അവരുടെ ആ കർമ്മത്തിൽപ്പെട്ടതാണ് ഇത് സംഭവം. ആ ആ പിന്നെ ഇനി ആരെ പറ്റി, അച്ഛനെ പറ്റി അമ്മയെ പറ്റി ആരെ അറിയണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം ചോദിക്കട്ടെ, അച്ഛന്റെ ഫാമിലിയിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് കേസോ വഴക്കോ കാര്യങ്ങളോ ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ? ഉണ്ട്. അച്ഛന്റെ ഫാമിലിയിൽ എന്ന് പറഞ്ഞാല് അച്ഛൻ മരിക്കും മുന്നേ മക്കൾക്ക് ഭാഗം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതില് പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുത്തത് ഞാനാ. പക്ഷെ എനിക്ക് അതിനുള്ള ഭാഗം വെച്ചില്ല. പക്ഷെ അവര് എനിക്കൊരു വീട് വെക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്ത രീതിയില് അവരെല്ലാവരും 3 പേരും ഒന്നിച്ച് അവര് ഷെയർ ചെയ്തെടുത്തു. ഷെയർ 3 ആളുടെ ഷെയറും ഒരാളെടുത്തു. എനിക്കാണെങ്കിൽ ആകെ 2.5 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാനത് ഉപേക്ഷിച്ചിട്ട പോലെയായി. അങ്ങോട്ട് പോക്കും കാര്യങ്ങളൊന്നും ഇല്ല, മക്കളും പോവാറില്ല. അങ്ങനെ അതവിടെ കിടക്കണത്. അവരുമായിട്ട് അതുകൊണ്ട് അച്ഛന്റെ ഫാമിലിയുമായിട്ട് ഇപ്പൊ ഗൾഫ് ജീവിതം ചെലവേ അങ്ങനെയുള്ള പ്രശ്നം നിങ്ങളുടെ 12ാം ഭാവത്തിൽ എല്ലാം ഒരു എന്താ പറയുന്നത്, കഷ്ടപ്പെട്ട ജീവിതവും കാര്യങ്ങളും അങ്ങോട്ട് കുറ്റപ്പെടുത്തലും എടുത്തലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത മാതിരിയുള്ള ഒരു ഇതാണ് 12ാം ഭാവം നിൽക്കുന്നത്. എന്താ പറയുക, ഉണ്ടോ? എന്താ പറയുന്നത്? ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പാടുണ്ട്. ജോലിയുടെ കാര്യത്തില് കഷ്ടപ്പാടാ. പിന്നെ അതിനുള്ള പൈസ കിട്ടണില്ല. അങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ അറിയണ്ടെന്ന് വെച്ചാല് അത് തന്നെ അവര് നിങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ചൂഷണം ചെയ്യുന്ന ജോലി നിങ്ങളുടെ 10ാം ഭാവത്തില് ഏത് മാനം, ഏത് കുട്ടിയാന്ന് പറ? മൂത്ത കുട്ടിയോ? മൂത്ത കുട്ടി ഈ ദേഷ്യം പിടിവാശിയായത് കാരണം ഈ ഇങ്ങനെയുള്ള കുറച്ച് സംഭവം ഉണ്ട്. അവനെന്തോ നിങ്ങൾ മുമ്പേ ചോദിച്ചപ്പോഴും പറഞ്ഞായിരുന്നു, എന്നാലും ഞാൻ പറയായിരുന്നു എന്തോ ഒരു ലവ് അഫെയറോ ഒക്കെ നിങ്ങൾ ആസ് എ ഫാദർ മേ ബി യു ഡോണ്ട് നോ. അപ്പം ഒരു സാധ്യതയുണ്ട്. ചിലപ്പോ അച്ഛൻ അറിഞ്ഞുകൊണ്ടായിരിക്കാം. എന്റെ അനുമാനം കേട്ടോ. അപ്പം അവന്റെ ഗ്രഹനില അത് തന്നെ അവനൊരു ലവ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഉണ്ട്. ഒരു ശുക്രൻ അവിടെ നിന്ന് ഒരു 24 വയസ്സിൽ താഴെ. അവനിപ്പോ എത്ര വയസ്സായി? അവനിപ്പോ 29 വയസ്സ്. അപ്പൊ 24 വയസ്സിൽ താഴെയുള്ള ഒരു കല്യാണം കഴിക്കാത്തൊരു കുട്ടി ഉണ്ടെന്നൊരു ലവ് അഫെയർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത്യാവശ്യം നല്ല സൗന്ദര്യവും അങ്ങനെയൊക്കെ ഉള്ള ഒരു കുട്ടിയായിരിക്കും അത്. അതിനെ കല്യാണം കഴിക്കൊന്നും പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. അത് ഞാൻ പറഞ്ഞുതരാം. ഒരു ഷുവറിറ്റി ഇല്ല. ഇത് ടെമ്പററി ആണ്. അതിനെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അതും പറഞ്ഞു തരാം. അത്യാവശ്യം ബ്യൂട്ടി ഉള്ള ഒരു കുട്ടിയായിരിക്കും അത്. പക്ഷെ അത് കല്യാണം എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7. അപ്പൊ അവന്റെ കല്യാണം എന്ന് പറയുമ്പോ ഉണ്ടല്ലോ, മൂത്ത കുട്ടി എന്ന് പറഞ്ഞാല് ഇച്ചിരി അത്യാവശ്യം പൈസയുള്ള ടീച്ചിങ് പ്രൊഫഷനോ അല്ല അങ്ങനെയുള്ള ഒരു പ്രൊഫഷൻ ഉള്ളതും ഒരാഡംബര ഇച്ചിരി പൈസ ഉള്ള ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാനും, അങ്ങനെ നോക്കിയാൽ ഇവന് ചിലപ്പം ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർച്ച വരാനും പൈസ കിട്ടാനും അത്യാവശ്യം വീട്ടിൽ നിന്ന് പൈസ വരാനുള്ള ഒരു ഇച്ചിരി ആഡംബരമായിട്ടുള്ള ഒരു കുട്ടിയാണ് കല്യാണം കഴിക്കാനുള്ള സാധ്യത. ഇനി എന്താ അറിയേണ്ടത്? ഇനിയും പറഞ്ഞു. അറിയേണ്ടതെന്ന് വെച്ചെങ്കില് ഇപ്പൊ ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഒരു 13-14 വർഷത്തോളമായി. എനിക്കൊരു വീടിന്റെ കാര്യം നാട്ടില് എനിക്കൊരു വീടുണ്ടാവാനായിട്ടൊരു സാധ്യത ഉണ്ടാ? അതാണ് അറിയേണ്ടത്. നിങ്ങൾ അധ്വാനിച്ച് വീട് വെക്കാൻ പറ്റത്തുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങള്. പിന്നെ ഞാൻ ബാങ്കുമായിട്ടും ബന്ധപ്പെട്ട
കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക്. കാരണം ഇപ്പോഴും ഞാൻ പറയാ, ബാങ്ക് ലോണ്, കടങ്ങള്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് ആൻസർ തന്നാലല്ല, ഞാനല്ലല്ലോ നിങ്ങളുടെ തലയിൽ എഴുതിയത്. അതെ അതെ കടങ്ങളോ കാര്യങ്ങളോ ബാങ്ക് ലോണ് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി റിലേറ്റഡ് അത് തന്നെയല്ല, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതോ ഇങ്ങനെയുള്ള ഡോക്യുമെന്റുമായിട്ടുള്ള ഇതും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. നിങ്ങൾ പിന്നെ ഞാൻ പറയുവാണ്, നിങ്ങൾ ലോൺ എടുത്ത് വീട് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ നിങ്ങൾ കർമ്മത്തിലൂടെ നിങ്ങൾ ഇതിൽ നിന്നെല്ലാം ഊരി വരണമെന്ന് പൈസ സമ്പാദിച്ച് എല്ലാം നിങ്ങൾ ഇപ്പൊ തന്നെ വീട്ടിൽ അയച്ചു കൊടുക്കുന്നല്ലോ. കുറച്ച് പൈസ കുറച്ചിട്ട് അയച്ചു കൊടുത്തിട്ട് കുറച്ച് സേവിങ്സ് വെച്ചിട്ട് നിങ്ങൾ പ്രോപ്പർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നടക്കും, എല്ലാം നടക്കും. പിന്നെ ഇതൊക്കെ കർമ്മത്തിന്റെ അവിടെ നിൽക്കും. അതൊക്കെ അല്ല, കർമ്മത്തിന്റെ എന്നല്ല ഈ സ്റ്റാറുകൾ. നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത്. നമ്മൾ എഫേർട്ട് ഇടുക, നമ്മൾ പ്രോപ്പർ പ്ലാനിങ് ഇംപ്ലിമെന്റേഷൻ എന്നാ പറയുന്നത്. നല്ല പ്ലാനിങ് ഇംപ്ലിമെന്റേഷൻ ഉണ്ടെന്ന് വരി എല്ലാം നടക്കും. അറിയണത് മോളെ കാര്യമാണ്, മോളുടെ കല്യാണം. ഒരു ഇച്ചിരി ദേഷ്യവും ഇച്ചിരി പിടിവാശിയുമുള്ള, എന്നാ നല്ല ഒരു ഇച്ചിരി അവനും ചെറിയ എന്തോ ഒരു ഞരമ്പ് വാട്ടോ, മീൻസ് സ്കിൻ അലർജിയോ ഒക്കെ കാണാൻ സാധ്യത ഉണ്ട്. പക്ഷെ ദേഷ്യക്കാരനായിരിക്കും. അങ്ങനെ ഒരു പയ്യനെയാണ് ഇവന് വരാൻ സാധ്യത. പിന്നെ അത്യാവശ്യം പൈസ, ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി എന്നാ പറയുന്നത്. അത്യാവശ്യം വീടോ കുടുംബമോ ഒക്കെ ഉള്ള ബ്യൂട്ടിന്ന് കല്യാണം കഴിക്കാൻ സാധ്യത. അത് എത്ര വയസ്സിലാണ് നടക്കുക എന്നുള്ളത് അത് ഗ്രഹനിലാരണം, അങ്ങനെ പറയാൻ പറ്റത്തില്ല. കുട്ടിയുടെ നാളെന്താ? മകേരം. അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റാ. മകേരം എന്നാ രോഹിണി മകേരം. മൃഗങ്ങളോട്ട് മൃഗ അപ്പൊ എന്നാ ഒരു മൃഗങ്ങളോട്ട് കടിച്ചു തിന്നാൻ പോകുന്ന ഒരു സ്വഭാവം ആയിരിക്കും. പിന്നെ അത് പാദം നോക്കണം, 1, 2, 3, 4. അത് ഇടവത്തിലും കർക്കിടക ഇത് കന്നിയിലും വരും. പറഞ്ഞ മനസ്സിലായോ? രണ്ട് പാദം വരുന്നത് ഇടവത്തിലാ. ആ 2 പാദം മറ്റേതിലാ വരുന്നത്, മൃഗശീർഷ. അപ്പം ആ കടിക്ക് തിന്നാൻ പോകുന്ന ഒരു സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ, അത് ഞാൻ ആദ്യം പറഞ്ഞ ദേഷ്യം കാര്യങ്ങൾ, പിടിവാശി, കടിച്ച് തിന്നാൻ പോകുന്ന കണ്ണ് കാണത്തില്ല എന്ന് പറഞ്ഞാൽ, മൃഗങ്ങളെ ഗ്രഹിച്ച് കുമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ച് കീറാൻ വരുന്ന ഒരു സ്വഭാവമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവും. അത് ശരിയാ. അത് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാർ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞ അവരുടെ നാളെ ചേരുമോ, നമുക്ക് പറ്റിയാണോ എടുക്കുന്നോ എല്ലാം ചെയ്യണം. എന്നാലും അത്യാവശ്യം ഈ പൈസ ഉള്ള ഒരു വീട്ടിൽ നിന്നും അത്യാവശ്യം സൗന്ദര്യവും കാര്യവും ഒക്കെ ഉള്ളതും ആഡംബരമുള്ള ഒരു പയ്യനായിരിക്കും വരുന്നത്. പിന്നെ അന്യമായിട്ടുള്ള ഒരു കണക്ഷന് അവന് വരാൻ സാധ്യതയുണ്ട്. അമ്പലത്തിലൊക്കെ ഫോട്ടോ വെച്ചിട്ടായിരിക്കും, പരിചയപ്പെട്ടെടുത്തിട്ടൊക്കെ ആയിരിക്കും ഈ പയ്യനെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാധ്യത. ചോദിച്ചു നോക്ക്. ഞാനീ പറയുന്ന നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നോ, ഇല്ലയോ? ഇല്ല, വീഡിയോ റെക്കോർഡൊന്നും ചെയ്യുന്നില്ല. വീഡിയോ അല്ല, ഓഡിയോ. പിന്നെ അറിയേണ്ടത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇനി അറിയേണ്ടതായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തായാലും നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? അതെനിക്ക് കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. എന്റെ സ്ഥലം ശരിക്ക് എന്റെ സ്ഥലം നിങ്ങള് പലയിടത്തായിട്ടൊക്കെ ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഒത്തിരി നാള് ഗൾഫിലൊക്കെ ആയിരുന്നു. 10-26 വർഷം ദുബൈയിലുണ്ടായിരുന്നു. പിന്നെ ഖത്തർ രാജ്യങ്ങളിൽ ഒരുപാട് പ്രാവശ്യം കറങ്ങിട്ടു. ഒരുപാട് ഇന്റർനാഷണൽ ട്രാവൽ ഒത്തിരി ചെയ്തിട്ടുണ്ട്. യൂറോപ്പില്, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, അല്ല മലേഷ്യ, ഒത്തിരി രാജ്യങ്ങൾ ഒരുപാട് പ്രാവശ്യം, ബ്രിട്ടീഷില് എല്ലാം ഒത്തിരി പ്രാവശ്യം. നാട്ടിൽ വരുമ്പോ ഒന്ന് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണേ.
കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ എന്തായാലും അതിന്റെ സമാനമായിട്ട് ആ ആ നമ്മളറിയാത്ത ആ എന്തൊക്കെ ഒരു എനർജി ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഒന്നും മനസ്സിലാക്കുക. ഞാൻ ഇത് അത് എ- ശരി. എനിക്കിതിലൊന്നും വലിയ വിശ്വാസം ഇല്ല, എന്നാലും പറയുമായിരുന്നു ഒത്തിരി എനർജി ഉള്ള ഒരു ആ വേൾഡാണ് ഇത്. അപ്പൊ അവിടെ എന്തൊക്കെയോ അത് ശരി. അലട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഒരു കാര്യം, ഈ പയ്യമ്പോലും ഉണ്ടല്ലോ, ഈ പയ്യമ്പോലും ആ ഈ ഒരു നക്ഷത്രത്തിൽ ആ അവന് ഞാൻ പറഞ്ഞ മൂത്ത പയ്യന് ഗുരുവും ശുക്രനും ആ കഴിഞ്ഞ ജന്മത്തിൽ ഇവൻ ഉറപ്പായിട്ടും ഒരു കുട്ടിയെ 12 വയസ്സ് 24 വയസ്സിനകത്ത് ഉള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചിരിക്കാൻ സാധ്യതയുള്ള കൊണ്ട് അങ്ങനെ ഒരു സ്റ്റാറിലായിരിക്കും ഇവൻ ജനിച്ചത്. ഇവന്റെ നക്ഷത്രം ഏതാ? അത് ശരി. കാർത്തിക ഞാൻ പറഞ്ഞ കറക്റ്റാ. കാർത്തിക നക്ഷത്രം. അപ്പൊ ആ അതിന്റെ കർമ്മഫലം അതും അതും ഈ ജന്മത്തിൽ നിന്ന് ഇങ്ങനെ ആയത്. ഇത് കാലചക്രമാണ്, ഞാൻ പറഞ്ഞ കാലചക്രം എന്നാണ്. ഞാൻ ഇന്ന് പറയാം, ഇപ്പൊ ഇവിടെ സൂര്യൻ നിൽക്കുന്ന ഞാൻ നാളെ 1 മാസം കഴിയുമ്പോൾ സൂര്യൻ വേറെ സ്ഥലത്ത്, അത് കഴിഞ്ഞ് ചന്ദ്രൻ ഇവിടെ വന്നത്, ചന്ദ്രൻ അതെ. വേറെ ഒരു 2.5 മണിക്കൂറായി ഇങ്ങനെ ഓരോ രാശിയിലും ചന്ദ്രൻ ഭയങ്കര സ്പീഡാ. അങ്ങനെ ആ ഇപ്പൊ ബുധനാണെന്ന് വരിയിൽ 361 ദിവസി. അപ്പം അതേമാതിരി ശനിയാണ് 2.5 വർഷം. പിന്നെ രാഹു കേതുക്കള് ആ 1.5 വർഷം. പിന്നെ മാതി എന്ന് പറഞ്ഞാൽ അത് ചാടി ശരി. പറഞ്ഞു മനസ്സിലായ, ചാടി ആ ആവശ്യമില്ലാത്തടത്തൊക്കെ ആ ഗുളികൻ എന്നാണ് പറയുന്നത്. ഇങ്ങനൊക്കെ പ്രശ്നങ്ങൾ, ആക്സിഡന്റ്, ഉം. മറ്റേത് കുറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അത് ശരി. ആ ആ ഞാൻ അഥവാ ഇല്ലെന്ന് ഒരു പ്രാവശ്യം കൂടെ വിളിക്കാം. നിങ്ങളുടെ വാക്കാണ് നിങ്ങളുടെ ശത്രു. കാരണം അത് നിങ്ങളുടെ ശരി. ആ 8-ാം ഭാവം നിൽക്കുന്നതിൽ 8-ാം കള്ളിയാണ്. 8-ാം കള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര രോഗം. ഒത്തിരി ലോട്ടറി അടിക്കും, നഷ്ടപ്പെട്ട അതേമാതിരി നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു പറഞ്ഞു മനസ്സിലായി, അങ്ങനത്തെ ഒരു നിങ്ങളുടെ ആ വാക്കുകൊണ്ട് നിങ്ങളെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അവര് ഇവര് എല്ലാം നിങ്ങളുടെ ഇതുകൊണ്ട് പോയി. അതാണ് സത്യം നിങ്ങളുടെ ജീവിതത്തിൽ. ആ ആണോ അല്ലയോ? ആ അതെ അതെ ആണല്ലോ. അതെ അത് അതെ അങ്ങനെയാണ്. ഒരു ആ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ആ ചെയ്തു തീർക്കാൻ പറ്റാത്ത എന്തോ ഒരു കർമ്മമായിട്ടാണ് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഇവിടെ ജനിച്ചത്. അതുകൊണ്ടാണ് കെമിസ്ട്രിയിൽ അഷ്ടകങ്ങൾ പൂർത്തിയാകുന്നത് മാതിരി ഈ കാര്യങ്ങൾ ആ ഇവിടെ നടന്നത്. നിങ്ങൾ ഇപ്പൊ എന്ന് പറഞ്ഞാൽ മാന്ദ്യദോഷം മാറ്റണം. മാന്ദ്യദോഷം ഈ പറഞ്ഞ ആ മാന്ദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മാറും. ഈ ഫാമിലിയിലെ പ്രശ്നങ്ങളെല്ലാം മാറും. അവിടെ വെച്ചാരാധന ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിങ്ങളുടെ ഇത് മറ്റേ പൂർവജന്മവുമായിട്ടും നിങ്ങളുടെ ആ പിതൃക്കളെ അല്ല കുലദൈവങ്ങളുമായിട്ട് പറ്റിയ പ്രശ്നങ്ങളാണ്. വീട്ടിൽ നിന്നെല്ലാം ഇതിപ്പോ നിങ്ങളത് മാറ്റണം. ഭാര്യയുടെ ഭാര്യയുടെ കുടുംബത്തിലാണ് ഇപ്പൊ ക്ഷേത്രവും കാര്യങ്ങളും നോക്കാതെ. ഇപ്പൊ എന്റെ ഞാൻ പറഞ്ഞല്ലോ, കുടുംബക്ഷേത്രം ഉണ്ട്. ഞാൻ ആ പറഞ്ഞല്ലോ, നിങ്ങളോടും ചോദിച്ചു നിങ്ങളോടും ചോദിച്ചു, പുള്ളിയോടും ചോദിച്ചു. കാരണം നിങ്ങളെ ആ ശിഖി നിൽക്കുന്നുണ്ട്, പുള്ളിക്കാരിയുടെ ഇതിനകത്ത് രാഹു നിൽക്കുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? രണ്ടിടത്തും അപ്പൊ പ്രശ്നമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ രണ്ടിടത്തും അത് ആ മാറ്റുക. അവിടെ കൊണ്ടാണ് ഈ ഇപ്പൊ ഞാൻ അത് ചോദിച്ചു, ശരി. നിങ്ങളുടെ വീട്ടിൽ എല്ലായിടത്തും ക്യാൻസർ പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലയോ? ഇത് അപ്പൊ ഇത് കുലദൈവം അല്ല, പിതൃദോഷമാ. ഇത് മാറ്റുക കേട്ടോ. ആ കർമ്മങ്ങൾ ചെയ്യുക. കർമ്മങ്ങൾ ഒരു ജ്യോതിഷനും 1 രൂപ പോലും കൊടുക്കല്ലേ. ആ നിങ്ങൾ തന്നെ പൂജ ചെയ്യുക. അവർക്ക് ഇതാണ് അവർക്ക് വേണ്ടുന്ന ബലിയിടുക കേട്ടോ. അത് ശരി. ആ അവർക്ക് ബലിയിട്ടിട്ട് അവർക്ക് ചെയ്തിട്ട് അവരുടെ കർമ്മം, അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അതിനെ അത് ഇരുത്തേണ്ട ശരി. സ്ഥലത്ത് കൊണ്ടിരുത്തുക. അതൊരു പൂജ ചെയ്ത് നല്ല അറിയുന്ന ഒരു കർമ്മിയെ വിളിച്ചിട്ട് അത് ചെയ്യുക. ആ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരമായി. നിങ്ങളുടെ അത് ഈ ശരി. ഫാമിലിയിലെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളായിട്ട് തീർക്കണം. ഇത്തിരി പൈസ കടം വന്ന്, അല്ലെ ജോലി പ്രശ്നം, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം, അങ്ങനെ വലിയൊരു പ്രശ്നം എന്തെങ്കിലും പറ്റിയോ? പറ്റാൻ സാധ്യതയുണ്ടെന്ന് പറ്റിയിട്ടുണ്ട്. സാധ്യതയുണ്ട്. ആ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈസ പോകുക. ആ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് തണ്ടലിന് വേദന കാണും. തണ്ടലിൻ്റെയും ഈ മുൻവശത്ത് ഈ നടുവുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ കാണാൻ 100% സാധ്യതയുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഉണ്ടല്ലോ. അതാണ് മെയിൻ ആയിട്ടുള്ളത്. അത് എവിടാ വേദന? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എല്ല് തേയ്മാനമാണ് അത് ശരിക്കും. എല്ല് തേയ്മാനം. ആ
ആ ഞരമ്പ് ഈ അതായത് നമ്മുടെ മജ്ജ കുറഞ്ഞിടത്ത് ഞരമ്പ് ടച്ച് ചെയ്യുമ്പോ വരുന്ന വേദനയാണ്. ഉം. അത് അത് ഡെയിലി മരുന്ന് അത് നിങ്ങളുടെ ലഗ്നത്തിൽ ബുധനുമുണ്ട്. ബുധനും ശിഖി രവി അത് നിൽക്കുന്ന സർപ്പം അത് പണ്ട് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ഇത് വരാനുള്ള സാധ്യത എന്നാണെന്ന് ഞാൻ അടുത്ത നിങ്ങൾക്ക് 100%, കാരണം എൻ്റെ കൂടെ ആവശ്യം ഇത് കണ്ടുപിടിക്കേണ്ടത്. കാരണം നിങ്ങളെ ഈ 2 ഫാമിലിയും കൂടെ കാരണം ഒരേമാതിരിയുള്ള ഒരു ഫാമിലി വന്നു. അപ്പോൾ ഈ 2 ഫാമിലിയിലും ക്യാൻസർ പ്രശ്നങ്ങള് കാര്യങ്ങള് ദുരന്തങ്ങള് അപ്പൊ ഇതെന്താ വന്നെന്ന് ഇതിപ്പോ പല ആൾക്കാർ പൂർവ്വജന്മത്തെ പറ്റിയൊന്നും ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. പക്ഷെ അത് നമ്മുടെ ആവശ്യം പ്രൂവ് ചെയ്യേണ്ടത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല സബ്ജക്റ്റ്. അത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അല്ല ഇതിപ്പോ വരാതിരിക്കും. ഇപ്പൊ തന്നെ ഞാൻ ഞാനിപ്പോ ചോദിച്ചു നിങ്ങളോട് ചോദിച്ചിട്ടിപ്പം ചോദിച്ചാൽ അതിന് ഉത്തരം ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞില്ലയോ? അപ്പൊ കുട്ടികളുമായിട്ട് മരണപ്പെട്ടെന്ന് ചോദിച്ചില്ലയോ? അത് പല രീതിയിലാകാം. കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങി പോവുക സംഭവിച്ചായിരുന്നോ? കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങി പോയത് തന്നെയാണ് ശരിക്കും. ആന്നല്ലോ. ഇളയകുട്ടി എത്ര വരെ പഠിച്ചെന്നാ പറഞ്ഞ? അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ്. പിന്നെ ഇപ്പൊ വയസ്സ് ഇപ്പൊ അവന് 21 വയസ്സായിട്ടുണ്ട്. അപ്പൊ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 2-3 വർഷമായി. ഇത്ര നാൾ ഇവൻ എന്ത് ചെയ്തു? ഇത്ര നാള് വീട്ടിലിരിക്കണി, വേറെ പരിപാടികളൊന്നുമില്ല. ഇന്നത്തെ ജനറേഷനിലെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഒരു കുട്ടി വീട്ടിൽ ഇരിക്കാൻ 100% തെറ്റാ. അത് മാറ്റണം കേട്ടോ. എന്താ കാരണം വെച്ചിട്ട് അവനെ എന്തിനേലും പഠിക്കാൻ വിടാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇരുന്നിരുന്നത്. അല്ല കൊണ്ടുപോയിട്ട് ഗൾഫിലായാലും കൊണ്ടുപോയിട്ട് എന്തേലും ചെയ്യിക്കണം കേട്ടോ. അല്ല, ഒരു കാര്യം അങ്ങനെ വിടാൻ പറ്റിയില്ല. അതാണ് മെയിനായിട്ട് പറ്റിയത്. എന്തിനേലും വിടാന്നുണ്ടായിരുന്നു എനിക്ക്. അതെ, ഈ നിങ്ങളുടെ പൂർവജന്മ ദോഷം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ 100% ഞാൻ കണ്ടുപിടിച്ചു തരും. കാരണം പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എന്തായിരുന്നു, ഇന്നിപ്പോൾ എന്തോ ടെംപ്റ്റേഷൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 6ാം ഭാവമായിട്ട് നിങ്ങൾ കടം ആരോടോ ഒരുപാട് പൈസ കടം വാങ്ങിച്ച് കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നം, അല്ല ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആരോടോ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒരു പ്രശ്നം നിങ്ങളിൽ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ 100% അത് കുട്ടികളോട്, അത് പിള്ളേരുടെ ടൈപ്പിലുള്ള പിള്ളേരോടായിട്ട് ആയിരിക്കും. അതിൻ്റെ പൂർവജന്മ കർമ്മദോഷമാണെന്ന് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടുത്തെ ലോകം കൊണ്ടുള്ളത് പുച്ഛിച്ചു തള്ളും. പക്ഷെ ഇത് പ്രൂവ് ചെയ്യും. നിങ്ങളുടെ ജീവിതം കൊണ്ട് ഞാൻ പ്രൂവ് ചെയ്തിരിക്കും 100%. കാരണം ഇവിടുത്തെ ജ്യോതിഷന്മാരുണ്ട്, പൈസ ആവശ്യമില്ല 2 ലക്ഷം 5 ലക്ഷം ആൾക്കാരോട് വാങ്ങിച്ചിട്ട് നമുക്കൊരു പൈസ അല്ല, കർമ്മമാണ് നമ്മുടെ. കാരണം എനിക്കിത് കൃത്യമായി നമുക്ക് കിട്ടിയത്. കാരണം എൻ്റെ ഫാമിലിയിലുള്ള എന്തോ വാട്ടവർ, ഞാൻ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ബിസിനസ്മാനാ. വീട് വെക്കുന്ന കാര്യം ചോദിച്ചല്ലോ. വീട് വെക്കുന്നെന്ന് ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ, നിങ്ങളുടെ അച്ഛനുമായിട്ടാണ് നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ, നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാണ് ഇത് കിട്ടിയേക്കുന്നത്. അതൊരു അമ്പലത്തിൽ കൊണ്ട് ഒത്തിരി പൈസ ഇടുക, അല്ല പള്ളിയിൽ കൊണ്ട് ഒത്തിരി പൈസ ഇടുക, അങ്ങനല്ല. ഇപ്പൊ മുസ്ലിം ഫാമിലി അവരൊക്കെ ഒരു തക്കാത്തെന്ന് പറയുകയില്ലയോ, അല്ലെന്ന് വരി അവര് 8ാം ഭാവത്തിലെന്ന് പറഞ്ഞാൽ അവിടെ സുന്നത്ത് ചെയ്യാന്നൊക്കെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം 8ാം ഭാവം എപ്പോഴും ഞാനൊരു വീഡിയോയ്ക്കകത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 8ാം ഭാവത്തിൽ ഒത്തിരി ലോട്ടറി അടിക്കുക, ഒത്തിരി ഭാഗ്യം, അല്ല മരണം സംഭവിക്കുന്നതും അതത് ജന്മവുമായിട്ട് ബന്ധപ്പെട്ടാണ് 8ാം ഭാവം. ആക്സിഡന്റ്, ഡെത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ നമ്മൾ തമ്മിലുള്ള സംസാരം കൊണ്ട് ഞാൻ പറയാം, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ കുറെ കോംപ്ലിക്കേറ്റഡ് ലൈഫ്. ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. ഒരുത്തരുണ്ട് 5 ലക്ഷം രൂപ ഒരുത്തർ വാങ്ങിച്ചു, പിന്നെ 2 ലക്ഷം രൂപ വാങ്ങിച്ചു. ഒരുത്തരോട് ചോദിച്ചിട്ട് എൻ്റെ ഒരു അപ്പോയിൻമെന്റ് ഉണ്ട്, എനിക്കറിയുന്ന വ്യക്തി, അത് ആരാന്ന് ഞാൻ പറയത്തില്ലായിരിക്കും. അപ്പോൾ 2 ലക്ഷം രൂപ അവിടെ പോയില്ല, ഒരു പൈസ ഒരാൾക്കും കൊടുക്കല. പിന്നെ അപ്പോൾ വീട് വെക്കുന്നതാണേലും അച്ഛൻ്റെ ഫാമിലിന്ന് ആരോ ഇവർ ചതിച്ച് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട് അച്ഛന് 100%. ആ പ്രോപ്പർട്ടി ഡോക്യുമെന്റുമായിട്ട് നിങ്ങളുടേതും നിങ്ങളുടെ വൈഫും അനുഭവിക്കുന്നു, നിങ്ങളും അനുഭവിക്കുന്നു. ശരിയാണോ?
പ്രോപ്പർട്ടിയുമായിട്ട് പ്രശ്നമുണ്ടോ? പക്ഷെ അത് ഡോക്യുമെന്റിൽ എന്താ വെച്ചെങ്കില് നിങ്ങളല്ല ചെയ്തത്, നിങ്ങളുടെ ഫാദർ ചെയ്തത്. ഞാൻ ഇത് നോക്കിയതാണ്. ഇത് എവിടുന്നാ ഇത് വന്നതെന്ന് നോക്കിയതാ. അതെന്താ വെച്ചെങ്കിലേ ഉം. അന്ന് പഴയ കാലത്ത് ഈ അതായത് 10 സെന്റ് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല, ഉം. കുടികിടപ്പ്. ഉം. ആ കുടികിടപ്പ് സമ്പ്രദായത്തില് ഉം. അച്ഛന് പറഞ്ഞിട്ടുള്ള ഭൂമിയല്ല, ഒരു ഒരു പെണ്ണിന് പറഞ്ഞിട്ടുള്ള ഭൂമിയായിരുന്നു ഇത്. ആ, ഇപ്പൊ ഞങ്ങള് താമസിച്ചിരുന്നത്. പെണ്ണിന് പറഞ്ഞല്ലേ? അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അവർക്ക് അതൊരു വല്ലാത്തൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് അത് ആ തന്നെ. ഭൂമിയില്, അത് വേറെ കൈവിട്ട് പോയാല്. അത് തന്നെ. ആ മനസ്സാക്ഷി നമ്മുടെ കണ്ണുനീര് എഴുതി ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കറിയാം. ഞാൻ എൻ്റെ പല വീഡിയോ കൂട്ടത്തെ ബ്ലേഡ് കമ്പനി, മുത്തൂറ്റ് ഫാമിലി പോലെ ആൾക്കാരുടെ കാര്യം കുറ്റം പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ പൈസ വരുമ്പോൾ ഒരു മനസ്സാക്ഷി നിന്നും കർമ്മം എന്ന് പറഞ്ഞ ഈ കണ്ണുനീരിന്റെ പറഞ്ഞാൽ വലിയൊരു സംഭവം. അത് മാറണം. ഇത് ഈ പൂർവ്വജന്മ കർമ്മം എന്താണെന്ന് നിങ്ങളുടെ വൈഫിന്റെ ഫാമിലി, ഞാൻ പറഞ്ഞ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുടെ കാര്യങ്ങൾ, ഇങ്ങനെ കുഴപ്പങ്ങള്, പിന്നെ ദേഷ്യം, പിടിവാശി, പിന്നെ പ്രോപ്പർട്ടി ഇഷ്യൂ, ഇതെല്ലാം അവിടെ വന്നതെന്ന് പറഞ്ഞാൽ അത് രാഹുവിന്റെയും കേതുവിന്റെയും ദോഷം കൊണ്ട് തന്നെയാണ് 100% വന്നേക്കുന്നത്. പൂർവ്വജന്മമായിട്ട് വിട്ടതാണ് ഈ രാഹുവും കേതുവും മാന്തിയും ഒക്കെ. പറഞ്ഞു മനസ്സിലായോ? ഭയങ്കര ഡേഞ്ചറസ് സംഭവമാണ്. പക്ഷെ ഇത് ഞാൻ രാഹുവിന്റെ കേതുവിന്റെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കേതുവിന്റെ എഡിറ്റ് ചെയ്ത് വെച്ചേക്ക്, അത് വിടാൻ സമയം കിട്ടില്ല. അതിനിടയ്ക്ക് വേറെ കുറച്ച് ബിസി ആയി. ഇനി നമ്മൾ സെറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം കൺക്ലൂഡ് ചെയ്യണം. കാരണം അടുത്ത നിങ്ങളുടെ പൂർവ്വജന്മത്തെ പറ്റി, നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു, എങ്ങനെ ഇത് വരാനുള്ളതായിരുന്നെന്നും, നിങ്ങൾ ഈ ജന്മത്തിൽ ഇപ്പൊ ഞാൻ വേറെ നിങ്ങൾ അങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ സമയം എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എപ്പോഴേലും? തോന്നിയിട്ടുണ്ട്, ഒരുപാട് സമയത്ത് തോന്നിയിട്ടുണ്ട്. എന്ത് രീതിയിൽ നിങ്ങൾ മരിക്കണമെന്ന് ആഗ്രഹിച്ചത്? അതായത് ഫാമിലി പ്രശ്നം കൊണ്ടന്നെ. ഫാമിലി പ്രശ്നം കൊണ്ട് ഭാര്യ, അത് തന്നെ പറയാൻ. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ ശുക്രനെ, അതായത് നിങ്ങളുടെ ലഗ്നം തന്നെ നിങ്ങൾ ശുക്രൻ, ഒരു പെണ്ണിനെ കഴിഞ്ഞ ജന്മത്തിലെ അതുമായിട്ട് എന്താ ബന്ധപ്പെട്ടിട്ട് അല്ലെന്നൊരില് വഞ്ചിക്കോർക്ക് എന്തെങ്കിലും ആയിരിക്കും. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ എന്താ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയത് എടുക്കാനുള്ള കാരണം? അല്ല ഭാര്യയുമായിട്ട് എന്തോ ഒരു വിഷയമായിട്ടാണ്? അതായത് ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. അതായത് നിങ്ങളുടെ ലഗ്നം നിൽക്കുന്നത് ശുക്രന്റെ കളിയില്ല. ശുക്രൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയാണ്. ആ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടോ എന്തോ ഒരു ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കാണാം. ആണോ? എന്തോ തോന്നുന്നത്? എന്തായിരുന്നു? എന്താ അങ്ങനെ തോന്നി? നിങ്ങൾ ചെയ്യാനൊരുങ്ങി? എങ്ങനെ ചെയ്യാനൊരുങ്ങി? അല്ല, തോന്നാന്ന് പറഞ്ഞെങ്കില് ഭാര്യ എന്താ വെച്ചെങ്കില് ഭാര്യയുടെ സ്വർണങ്ങളൊക്കെ വേറെ ആൾക്ക് ഞാൻ കൊടുത്തു, അങ്ങനെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളായി. അതിന് പിന്നെ ഇത്രയും വീടിന് വേണ്ടി കഷ്ടപ്പാടും കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നൊരു തോന്നല് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനൊരു അപ്പം ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. നിങ്ങള് ഇപ്പൊ തൂങ്ങിച്ചാകാനായിരിക്കുകയല്ല ചിലപ്പോ ആഗ്രഹിച്ച. കാരണം അത് ബ്ലഡ് സംബന്ധമായിട്ട് വെയിൻ മുറിച്ചോ അല്ലാതോ ആ രീതിയിലെങ്ങാനും എന്തേലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അതായത് മോളിന്ന് ചാടി മരിക്കാന്നുള്ളൊരു ഇതിലാണ് തോന്നിയത്. അപ്പോഴും ബ്ലഡ് വീഴുന്നു. അതാ ഞാൻ പറയാ. കാരണം ഇത് കാരണം അത് ചൊവ്വായുമായിട്ട് ബന്ധപ്പെട്ട കർമ്മമാണ്. അതുകൊണ്ട് ചൊവ്വ എന്ന് പറഞ്ഞാൽ ബ്ലഡ് റെഡ്, നമ്മൾ ഒത്തിരി കണക്ഷൻ വെച്ച ഈ സംസാരിക്കും. ഇന്നലെ വീട് വെക്കുന്ന കാര്യത്തിനെ പറ്റി ചോദിച്ചായിരുന്നു. നിങ്ങളെ ജാതകം ഞാൻ അയച്ചിട്ടുണ്ട്, കിട്ടിയായിരുന്നോ? കിട്ടി. ഓക്കെ. പിന്നെ 2.5 വർഷം ഇപ്പൊ ഇന്നിപ്പം ഇപ്പൊ ശനി മാറുന്ന സമയമാണ്. ശനി എന്ന് പറഞ്ഞാൽ 29 തീയതി ഈ മാസം മാറും. കറങ്ങി ഈ സാധനമേ. അപ്പൊ നിങ്ങളുടെ രാശിയില് നിങ്ങളുടെ വൈഫിന്റെ രാശിയില് നിങ്ങളുടെ വൈഫ് നിങ്ങൾ ഈക്വല്ല. കാരണം ഡൈവേഴ്സ് ചെയ്തിട്ടില്ല. മീൻസ് മെന്റലി അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വൈഫിന് പ്രോപ്പർട്ടി വല്ലതും ഉണ്ടോ? പ്രോപ്പർട്ടി എന്ന് പറയാനായിട്ട് അവര് 2 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു. അതുവരെയും കൊടുത്തിട്ടില്ല. അല്ല, അവിടെ വെക്കാനായിരിക്കണം സാധ്യത കൂടുതൽ. കാരണം പ്രാക്ടിക്കലി കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം
ആ ഇപ്പൊ ഈ അടുത്ത ചൊവ്വ എന്ന് പറഞ്ഞാൽ വൈഫിനെയാണ് കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഇതില്. അപ്പം ആ ആ അപ്പം വൈഫിന്റെ സ്ഥലത്ത് വെച്ചാലും കുഴപ്പമില്ല. പിന്നെ ഇത് ഇപ്പൊ ഇതുകൊണ്ടല്ല, അല്ലേലും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ നിങ്ങളെ ആ വീട് കൊണ്ട് വലിയ ഒരു ഉപകാരം നിങ്ങൾക്ക് വരുമോ ഇല്ലയോ എന്നുള്ള. എന്തായാലും നിങ്ങളൊരു ടേംസിലോ കാര്യത്തിലോ എത്തുക, നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ 2.5 വർഷം, ഇന്ന് മുതൽ 2.5 വർഷം, 2.5 വർഷവും, അതായത് 2.5 ആ വർഷവും 20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു ശനി മാറ്റത്തിനിടയ്ക്ക് നല്ലതിന് നിങ്ങൾക്ക് സാധ്യതയുണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് സാധ്യതയുണ്ട് എന്നോട് അല്ലേ? മോന്റെ കാര്യം ചോദിച്ചിരുന്നു. മോനായാലും ആ ആ ശനിയാണ്, അവന് ഓ വിദേശയോഗം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. വിദേശയോഗം ട്രൈ ചെയ്യാൻ പറ കേട്ടോ. ആ ആ ഏഹ് ആ വിദേശയോഗം ഉണ്ട്, ട്രൈ ചെയ്യുക, അത് കിട്ടും. പിന്നെ അവിടെ നിന്ന് നല്ല വരുമാനം ആ കാര്യങ്ങളും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അവൻ ആ എന്താ പഠിച്ചത് ആ എന്താണ്? ആ അവൻ പഠിച്ചത് മെക്കാനിക്കലാണ്. മെക്കാനിക്കൽ ഡിപ്ലോമയാണ് എടുത്തത്. മെക്കാനിക്കലാ. പക്ഷേ അവ- ആ അപ്പൊ പക്ഷെ അവന് തനികർമ്മയാണ്, അതിൽ നിന്ന് തന്നെയുള്ള ജോലി കിട്ടും കേട്ടോ. അപ്പൊ ആ ചിലപ്പോ ആ നിങ്ങളായിരിക്കും അവനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങളായിരിക്കും മിക്കവാറും ത്രൂ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അവന് ഈ മാസം 29 രാത്രി 10 മണി കഴിഞ്ഞ 10:10 ശനി മാറുന്നു. ആ അത് കഴിഞ്ഞ് അവന് വിദേശയോഗം ആ ഉണ്ട്. ട്രൈ ചെയ്യണ്ട്. ശനി എന്ന് പറഞ്ഞാൽ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടതാ. അത് അപ്പൊ ശരി. ആ ഇവ പഠിച്ച് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് തന്നെ ഇവന് കിട്ടും. കിട്ടും. ആ വണ്ടി മെക്കാനിക്കല്, അതിന്റെ മെയിൻ്റെനൻസ്, വാട്ടർ റിപ്പയറിംഗ് ഓർ മെറ്റല് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് അവന് നല്ലതാണ്. സെലക്ട് ചെയ്തോളാൻ പറ. പരിഹാരം എന്ന് പറയുന്നത് കേട്ടോ, ആ നിങ്ങളുടെ കുട്ടികൾ തന്നെ നിങ്ങളുടെ മുമ്പിലുണ്ട്. അതായത് നിങ്ങളുടെ രണ്ടിനും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു തീർക്കാൻ പറ്റാഞ്ഞ എന്തോ ഒരു സംഭവം കൊണ്ടാണ് നിങ്ങളിവിടെ ജനിച്ചേക്കുന്നത്. അത് ശരി. ആ പറയാൻ മനസ്സിലായി. ഇത് നമ്മുടെ പൂർവ്വജന്മ മനസ്സിലായി. കർമ്മമാണ്. അത് വേറൊരു സംഭവമാണ്. ഞാനിപ്പോ ഇത് ലൈവായിട്ട് കൊടുത്തോണ്ട് കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലോ. അറിയണം, നിങ്ങളുടെ ഫാമിലി അറിയണം. ഇത്ര ആ പ്രശ്നത്തിൽ നിങ്ങളല്ല, നിങ്ങളൊരു കരുവായി ഒരു ഫാമിലി ജനിച്ച് നിങ്ങളൊരു അല്ല, ഒരു ക്രിസ്ത്യനായിട്ട് ജനിച്ച്, മുസ്ലിമായിട്ട് ജനിച്ച്, ഹിന്ദുവായിട്ട് ജനിച്ച് നിങ്ങളുടെ മിസ്റ്റേക്കാണോ? അല്ല. അല്ല അല്ല അല്ല. പിന്നെ ഇപ്പൊ മിഡിൽ ഈസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് രാഘുവിന്റെ കർമ്മ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയെന്ന് പറഞ്ഞാൽ ആ വിദേശമാണ് ഫാമിലിക്ക് പറ്റിയത്. ഇവിടെ നിന്നുണ്ടല്ലോ ഈ ആ പിള്ളേരെയൊക്കെ കൊണ്ടുപോയിട്ട് പയ്യെ പയ്യെ സെറ്റിലാക്കാൻ നോക്കേ. ഇരിക്കുന്നിടത്ത് നിപ്പാണേലും ആ കൊച്ചു പയ്യനെ ആയാലും കൊണ്ടുപോകാൻ നോക്കേ. ഈ ആ പ്രശ്നത്തിലൊക്കെ ഊരി വരും കേട്ടോ. ആ ആ രാഹു എന്ന് പറഞ്ഞാൽ ട്രാവലിങ്, വിദേശം, ഇങ്ങനെയൊക്കെ ഉള്ള സ്പീഡ്, അതിന്റെ ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ പരിഹരിക്കാം. ഞാൻ റെക്ടിഫിക്കേഷൻ ഇമാര് വേണം അതിനകത്ത് 5 ലക്ഷം 10 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഒരുത്തനെ കളിപ്പിക്കുന്ന ആൾക്കാരാ കേട്ടോ. അപ്പൊ വിദേശ യോഗ ആ ആ റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ മോനും ശനിമാറ്റത്തിലൂടെ ആ ഇപ്പോഴേ അവനിപ്പോ എന്ന് പറഞ്ഞാൽ വെളിയിൽ പോകാനുള്ള സാധ്യതയാണ്. ഈ 29 മാർച്ച് 29 മുതൽ വെളിയിൽ പോകാനുള്ള യോഗമാണുള്ളത്. പറഞ്ഞു മനസ്സിലായോ? അത് ആ കഴിഞ്ഞ് ആ ഇപ്പോഴേ ട്രൈ ചെയ്യുക. അത് തന്നെ അതിൽ നിന്ന് അവൻ പോയിട്ട് അവന്റെ കുംഭത്തിലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ശുക്രനും ഗുരുവും അവനെക്കാട്ടും പ്രായം കുറഞ്ഞ ഒരു കുട്ടി. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, കാർത്തിക നക്ഷത്രത്തിൽ അവൻ ജനിക്കാനുള്ള ഒരു സംഭവം പറഞ്ഞു. ആ ഇപ്പൊ ഉവ്വ. ജനിക്കാനുള്ളതും ഒരു കർമ്മമായിട്ടാ വന്നേക്കുന്നത്. ഇത് പൂർവ്വജന്മ കർമ്മം. അതുകൊണ്ടാണ് ഇവൻ നിങ്ങളുടെ ഫാമിലിയിൽ ജനിച്ചതെന്നുള്ളത് 100% ഞാൻ എഴുതി വെച്ചാൽ. അവിടെ ശുക്രനാണ്. അത് നിങ്ങളുടെ നാള്, നിങ്ങളുടെ മോന്റെ നാള് എനിക്ക് തന്നിട്ട്, നിങ്ങളുടെ ഭാര്യയുടെ നാള് തന്നിട്ട്, നിങ്ങളുടെ ആരുടെ നാള് തന്നിട്ട്, നിങ്ങളുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് വിചാരിക്കണം. പറഞ്ഞു മനസ്സിലായോ? ആ മനസ്സിലായി. അപ്പം അവിടെ ശുക്രനും ഗുരുവും ഇവന്റെ ഓപ്പോസിറ്റ്. അവനെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% പറയുന്നത് ദേഷ്യം കുറയ്ക്കണം. ഇവന്റെ പിടിവാശിയും ദേഷ്യം ആ കുറച്ച് കഴിഞ്ഞാൽ ഇവനെക്കാട്ടും പ്രായം കുറഞ്ഞ ഈ പറഞ്ഞ മാതിരി നല്ല ഒരു കുട്ടിയെ കിട്ടും. 100% നല്ല ഒരു വീട്ടിലെ നല്ല ഒരു ഇതായിട്ടുള്ള. പക്ഷെ അവളും പിടിവാശിക്കാരിയായിരിക്കും, അതും പറയുക. ആ
പിടിവാശിക്കായിരിക്കും വിദേശം കൊണ്ട് ഇന്നിപ്പോ ഈ കുംഭത്തിന്റെ കളി എന്ന് പറഞ്ഞാൽ അവിടെയും ശനിയാണ് നിൽക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ടാ പറഞ്ഞത്. പിന്നെ അപ്പം അത് ഇവിടെ നിൽക്കാനല്ല, അവൻ അവിടെ വെളിയിൽ പോയിട്ട് ഇവിടെ നിന്നിട്ട് അവനൊന്നും കാര്യമില്ല. എന്തെങ്കിലും ഒരു ആൾക്കാരെ അപ്രോച്ച് ചെയ്ത് മുട്ടുവൻ തുറക്കപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്യേ, നടക്കും. 100%. രണ്ടാമത്തെ കുട്ടി പെൺകുട്ടി എന്ത് പഠിച്ചത്? ബികോമോ? ബികോം. ആ കുട്ടിയെ ചുമ്മാ ഇരുത്താ എന്തെങ്കിലും ഈ ഡോക്യുമെന്റോ അല്ല. കാരണം എന്താണെന്നറിയാം, നിങ്ങൾ ഇതിൽ നൂരി വരണം. ഒന്നില് ആ കുട്ടിക്ക് എന്താ അതിന് താല്പര്യമുള്ള സബ്ജക്ട് എന്താ? താല്പര്യം അവൾക്ക് ബാങ്കിന്റെ സംബന്ധിച്ചിട്ടുള്ള ഇതിനോടും താല്പര്യം. അപ്പൊ അതും നല്ലതാ. ഡോക്യുമെന്റും റിലേറ്റഡ് ആണ്. അത് ബാങ്ക് ആയാലും ആൾക്കാരെ സഹായിക്കുക എടുക്കുക ചെയ്തിട്ട് അത് അക്കൗണ്ടൻസി അത് ബുധന്റെയാണ്, സാരമില്ല. അപ്പം അതും അതായാലും കുഴപ്പമില്ല. അത് എല്ലാം നിങ്ങൾക്ക് പ്രശ്നമാണെന്ന്. ഇപ്പൊ ബുധന് നിങ്ങൾക്ക് നെഗറ്റീവാണ്. പറഞ്ഞു മനസ്സിലായോ? അക്കൗണ്ടന്റ് പറഞ്ഞാൽ ഇതൊക്കെ ബുധനുമായിട്ട് ബന്ധപ്പെട്ട അത് താല്പര്യം ഒരു പ്രശ്നം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അലർജി ഇതുമായിട്ടും കുറെ പ്രശ്നങ്ങൾ വരുന്നത്. ഓരോന്നോരോന്നായിട്ട് ഈ കർമ്മത്തിൽ കൂടെ ഈ ജന്മത്തിൽ കൂടെ തന്നെ തീർക്കണം കേട്ടോ. അപ്പൊ എല്ലാം നല്ലതായിട്ട് വരണം. നിങ്ങൾ ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയില്ല, പക്ഷേ ഈ പറ്റിയില്ല. അത് അന്നത്തെ സാഹചര്യമായിപ്പോയി, അത് ഗതികേടായിപ്പോയി അന്നത്തെ. സാരമില്ല. ഇന്ന് ഈ കുട്ടികളെ നിങ്ങൾ കൊണ്ട് രക്ഷപ്പെടുത്തണം. നിങ്ങളായിട്ട് കൊണ്ട് ആൾക്കാരോട് ബെഗ് ചെയ്തിട്ടായാലുണ്ടല്ലോ, ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഫ്രണ്ട് ഓഫ് യു, നിങ്ങളുടെ മുമ്പിലുണ്ട്. എല്ലാ സാധ്യതകളും ഉണ്ട്. ബെഗ് ചെയ്തിട്ടായാലുണ്ടല്ലോ, ആരോടും എൻ്റെ മോനാ അവനെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ആരോടും പറഞ്ഞു ആരും നിങ്ങൾ സഹിക്കും. അറിഞ്ഞോ അറിയാതെ. എൻ്റെ പേര് രാജേഷ് എന്നാ. സംഭവിച്ചിരിക്കും. നിങ്ങൾ പോയി പറയുക, ആരെങ്കിലും അറിഞ്ഞോ അറിയാതെ. പിന്നെ നിങ്ങൾ ആരെയും ദ്രോഹിക്കാതിരിക്കുക. പറ്റുന്ന കർമ്മങ്ങൾ ആരെയും സഹായിക്കുക. ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാനോ പറ്റിയില്ല, അന്നത്തെ സാഹചര്യമായിരിക്കും അത്. അവര് നിങ്ങൾക്ക് ഈ ജന്മത്തിലുള്ള കർമ്മം ഇവിടുന്ന് തന്നെ തീർക്കണം. പറഞ്ഞു മനസ്സിലായോ? എന്നാലേ നമുക്ക് പുണ്യം കിട്ടുള്ളൂ. അല്ലെന്ന് വരി അത് അടുത്ത തലങ്ങളിലോട്ട്, അടുത്ത ഇതിലോട്ട് പോകും. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ കുട്ടിക്ക് അല്ലെന്നൊരു നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ദോഷം അവനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാത്തതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും പിന്നെ ഫ്യൂച്ചറിൽ. അതുകൊണ്ട് ഉണ്ടായിരിക്കാൻ അവനെ കൊണ്ട് രക്ഷപ്പെടുത്തുക. ഈ മോളോടും പറയുക, ഈ വീഡിയോ ഇട്ട് തരാം, പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാം ഓക്കെ ആണോ? നിങ്ങളുടെ ഈ ലക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് എല്ലാം ഓക്കെ ആണോ? ഓക്കെ ആണ്.